Welcome to vlogs by by Ria. Ria. Welcome to vlogs by Ria. ഇതാണ് റോസലിൻ കേട്ടോ, റോസു. ഇന്നത്തെ വ്ലോഗിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് റോസിന് ഇഷ്ടപ്പെട്ട ഒരു അപ്പമാണ്. അപ്പത്തിന്റെ റെസിപ്പി കാണിച്ചു തരാന്നാണ് വിചാരിക്കുന്നത്. ഇതന്നെ റോസു. അപ്പം ഇവക്ക് ഒരു വയസ്സ് മുതലേ ഇവള് കഴിക്കുന്ന ഒരു അപ്പം. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ്. അത് ഞങ്ങള് ഇടയ്ക്ക് അത് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നറിനൊക്കെ ചിലപ്പോൾ അത് കഴിക്കാറുണ്ട്. നമുക്ക് സമയമില്ലാത്ത അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞങ്ങള് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു അപ്പം അത്. റോസിന് അത് വലിയ ബോറടിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. ഇപ്പൊ ഇവക്ക് 3 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇവളുടെ ബർത്ത്ഡേ വ്ലോഗ് ഇട്ടിട്ടില്ല. അപ്പൊ റോസുവിന് ഇഷ്ടമുള്ള ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനം. അത് മിക്കവാറും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന. അതിനകത്ത് വേറെ മധുരം ഒന്നും പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. നമുക്ക് നോക്കാം അതിന്റെ റെസിപ്പി. ഇതൊരു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തെ. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഹോൾമീൽ ഫ്ലവർ എടുക്കുന്നത്. അതില്ലെങ്കിൽ സാധാരണ ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഒരു പഴം. അത് ഞാൻ എടുത്തേക്കുന്ന ഒരു വലിയ പഴമാണ്, നല്ല പഴുത്തൊരു പഴമാണ്. ചിലപ്പോൾ ഞാൻ 1.5 പഴമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഒന്നേ കൈ വെച്ച് നമുക്ക് പീച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ എല്ലാം വെച്ച് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ അതും കൂടെ ആഡ് ചെയ്യുവാണ് ഈ പൊടിക്കകത്തോട്ട്. ഇനി ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്യാം. അതാ ഞാൻ ആദ്യം എടുത്ത ആ പൊടിയുടെ അത്രയും തന്നെ പാല് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് ആയി കഴിയുമ്പോഴത്തേനാണ് അത് അപ്പം ചുടാനായിട്ട് റെഡി ആവുന്നത്. ഇനി ഈ മാവ് വേണേൽ നമുക്കൊരു 2 മിനിറ്റ് അവിടെ വെക്കാം. ആ സമയത്തിന് പാൻ ചൂടാക്കാം നമുക്ക് അപ്പം ചുടാനായിട്ട്. ഞങ്ങളിവിടെ മിക്കവാറും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന്. നമ്മുടെ നാടൻ ഡിഷസിന് ഇടയ്ക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. പക്ഷെ ഒലിവ് ഓയിലും ഇവിടെ കോക്കനട്ട് ഓയിലിനേക്കാളും ചീപ്പായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് നല്ല ഓഫറിന് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അത് നാട്ടിൽ നിന്ന് പപ്പ വന്നപ്പം കണ്ടുപിടിച്ച ട്രിക്കാണ്. ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഓഫറിന് മേടിക്കാൻ പറ്റുമല്ലോ, അപ്പം ചീപ്പായിട്ട് കിട്ടും. ഞാൻ പപ്പായൊക്കെ പരിചയപ്പെടുത്തി തരാം ഇനി നാട്ടിൽ പോകുമ്പോഴത്തേനും. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അപ്പം ചൂടാം. ഇതിങ്ങനെ റോസിന് ഇത് ചെറിയ അപ്പമായിട്ട് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ചുടും. ഷേപ്പ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും വരത്തില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ കണ്ട അതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അപ്പം നമുക്കത് മറിച്ചിടാം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അപ്പം ആവും. പിന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞ ഒരു സിമ്പിൾ പാൻ കേക്ക് ആണെന്ന് വേണേൽ പറയാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണം ഇനി കസ്റ്റമൈസ് ചെയ്യാം. വേണേൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുവോ, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുവോ, അങ്ങനെ, അല്ലെങ്കിൽ റേസിൻസ് ആഡ് ചെയ്യാം, അങ്ങനെ. അപ്പം റോസിന് ഇത് ശരിക്കും ഇഷ്ടം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് പഴത്തിന്റെ ടേസ്റ്റ് നല്ല മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം നല്ല മധുരമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പഴംപൊരിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ തോന്നി ചെറുതായിട്ട്. Thank you for watching. അപ്പൊ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം പതിവുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. റോസ് പറഞ്ഞേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വ്ലോഗിൽ കാണാം അല്ലേ. ബൈ പറ. Bye. Bye. See you. See you.